നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില വിദേശ കാർട്ടൂണുകളിൽ കാണിച്ച ഇന്ത്യൻ റെഫറൻസുകളെ പറ്റിയാണ്. ഇതുപോലെ നമ്മൾ ചെറിയൊരു അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. ലിസ്റ്റിലാക്കിയത് ജോണി ബ്രാവോ എന്ന കാർട്ടൂണാണ്. നമ്മൾ പണ്ട് മുതലേ CNN കാണുന്ന ഒരു കാർട്ടൂണാണിത്. 1997 ജോണി ബ്രാവോ ആദ്യമായി പുറത്തിറങ്ങിയത്. പിന്നീട് ഈ കാർട്ടൂണിന് ഇന്ത്യൻ ഓഡിയൻസ് കൂടിയപ്പോൾ കാർട്ടൂണിന്റെ ക്രിയേറ്റേഴ്സ് എല്ലാം ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ഈ കാർട്ടൂണിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു എപ്പിസോഡാണ് 2011 പുറത്തിറങ്ങിയ ജോണി ബ്രാവോ ബോളിവുഡ് എന്ന എപ്പിസോഡ്. 1.5 മണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയ ഒരു എപ്പിസോഡായിരുന്നു ഇത്. ഈ ഒരു എപ്പിസോഡിൽ ബോളിവുഡ് ആക്ടേഴ്സിന്റെ ചില റെഫറൻസും കാണാം. അടുത്തത് ഡ്രാഗൺ ബോൾ അനിമയാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് അനിമേ സീരീസ് ആണ് ഡ്രാഗൺ ബോൾ. ഡ്രാഗൺ ബോൾ നമുക്ക് ഇന്ത്യൻ റെഫറൻസ് കാണാം. അതുപോലെ ഈ സീരീസിൽ നാം എന്നൊരു ഇന്ത്യൻ ക്യാരക്ടർ ഉണ്ട്. മാത്രമല്ല ഡ്രാഗൺ ബോൾ സെറ്റിൽ കിങ് യമ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇത് ഇന്ത്യൻ മിത്തോളജിയിലെ യമരാജനെ അഥവാ കാലം തന്നെയാണ്. അടുത്തത് നിഞ്ച ഹട്ടോറി എന്ന അനിമയാണ്. ഈ ഒരു അനിമേ സീരീസ് 80കളിലാണ് പുറത്തിറങ്ങിയത്. ആദ്യത്തെ എപ്പിസോഡ് 81 അവസാനത്തെ എപ്പിസോഡ് 87 പുറത്തിറങ്ങി. 2000 കാലഘട്ടത്തിലാണ് നിഞ്ച ഹട്ടോറി ഇന്ത്യയിൽ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിഞ്ച ഹട്ടോറിയുടെ ഫാൻ ബേസ് വളരെയധികം കൂടിയപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പുറത്തിറക്കി. ഇതിൽ നിഞ്ച ഹട്ടോറിയും ഫാമിലിയും ഇന്ത്യയിലേക്ക് വരികയും താജ്മഹൽ എല്ലാം കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു നിഞ്ച ഹട്ടോറിയുടെ അവസാനത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത് 1987 2000 കാലഘട്ടത്തിലാണ് നിഞ്ച ഹട്ടോറി ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫാൻ ബേസ് ഉണ്ടാവുമെന്നുള്ള കാര്യം ക്രിയേറ്റേഴ്സ് മുൻകൂട്ടി അറിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല. യഥാർത്ഥത്തിൽ നിഞ്ച ഹട്ടോറി 87 വരെ പുറത്തിറങ്ങിയുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ വലിയ ഫാൻ ബേസ് ഉണ്ടായപ്പോൾ റിലയൻസ് കമ്പനി നിഞ്ച ഹട്ടോറിയുടെ സ്റ്റുഡിയോയുമായി ടൈപ്പായി. ശേഷം റിലയൻസ് കമ്പനിയാണ് സ്പെഷ്യൽ ഇന്ത്യൻ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്തത്. അടുത്തത് വേൾഡ് ഫേമസ് അനിമേ സീരീസ് ആയ ഡോറേമോൻ ആണ്. ഡോറേമോനിൽ നമുക്ക് ചില ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ കാണാം. അടുത്തത് നമ്മൾ പണ്ട് കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ള അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന അമേരിക്കൻ കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിൽ നമുക്ക് സ്പാർക്കി ബൂമാൻ എന്നൊരു ക്യാരക്ടറെ കാണാം. കുറച്ച് സീനുകളെ ഉള്ളുവെങ്കിലും വളരെ പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണിത്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ക്യാരക്ടറാണ്. ഇതുപോലെ അവതാറിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗുരു പാത്തിക് ഒരു ഇന്ത്യനാണ്. ഇതുപോലെ ഈ കാർട്ടൂണിന്റെ അവതാർ എന്ന പേരും ഇന്ത്യൻ മിത്തോളജിയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അതുപോലെ ആങ് എന്ന ക്യാരക്ടർ ഇന്ത്യ അല്ലെങ്കിലും നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ ലാമാസിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് ഓഗി ആൻഡ് ദ കോക്രോച്ചസ് ആണ്. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു കാർട്ടൂണാണ് ഓഗി ആൻഡ് ദ കോക്രോച്ചസ്. യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രഞ്ച് കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ ടോട്ടൽ 8 സീസണുകൾ പുറത്തിറക്കി. ഈ കാർട്ടൂൺ വേൾഡ് വൈഡ് ഹിറ്റാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റായത് അത് ഇന്ത്യയിലാണ്. ഓഗിയുടെ ഹിന്ദി ഡബിങ് നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ വൈറലായി മാറി. സഞ്ജയ് കേനി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് മുഴുവൻ ക്യാരക്ടേഴ്സിനും കമന്ററി രൂപത്തിൽ ഡബ് ചെയ്തത്. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓഗി ആൻഡ് ദ കോക്രോച്ചസ് എന്ന കാർട്ടൂൺ ഏറ്റവും കൂടുതൽ വൈറലായ കൺട്രി അത് ഇന്ത്യയാണ്. ഇതിന്റെ പ്രൊമോഷന് വേണ്ടി ഷാരൂഖ് ഖാനെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഗി ആൻഡ് ദ കോക്രോച്ചസ് മുംബൈ എന്ന എപ്പിസോഡിൽ ഓഗിയും ഫ്രണ്ട്സും മുംബൈയിലേക്ക് വരികയും മുംബൈ മുഴുവനായി കറങ്ങുന്നുണ്ട്. ഇവർ വരുന്നത് ക്രിക്കറ്റ് കാണാനാണ്. അങ്ങനെ ഇന്ത്യയിൽ വെച്ച് ഓഗി മനസ്സിലാക്കുന്നു ഇന്ത്യയിലെ ഒരുപാട് കുട്ടികൾ ഓഗി ഷോ കാണാറുണ്ടെന്നും ഓഗിയുടെ വലിയൊരു ഫാനാണെന്നും. ശേഷം ഓഗി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ. ശേഷം 2021 ഓഗി നെക്സ്റ്റ് ജനറേഷൻ എന്ന പേരിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി പുതിയൊരു സീരീസ് പുറത്തിറക്കി. ഇതിലൊരു ഇന്ത്യൻ എലിഫന്റ് ക്യാരക്ടറും ഉണ്ട്. അടുത്തത് പകിടം പകിട എന്ന കാർട്ടൂണാണ്. ഓഗി ആൻഡ് ദ കോക്രോച്ചസിൽ നിന്ന് ഇൻസ്പയർ ആയി ഇന്ത്യയിലെ ട്യൂൺസ് അനിമേഷൻ കമ്പനിയാണ് ഇങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുന്നത്. ട്യൂൺസ് അനിമേഷൻ കമ്പനിയുടെ സ്റ്റുഡിയോ ഉള്ളത് അത് തിരുവനന്തപുരത്താണ്. പകിടം പകിട എന്ന കാർട്ടൂൺ ഓഗി കാർട്ടൂൺ പോലെ തന്നെ ഒരു നോൺ വെർബൽ കാർട്ടൂണാണ്. അതായത് ഡയലോഗ്സ് ഒന്നുമില്ല. കേരള ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഈ കാർട്ടൂണിന്റെ ഒരു എപ്പിസോഡിൽ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ചേർന്ന് കേരളത്തിലേക്ക് വരുന്ന എപ്പിസോഡുണ്ട്. അടുത്തത് ഷോൺ ദ ഷീപ്പ് എന്ന കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ ബ്രിട്ടീഷ് അനിമേഷൻ കമ്പനിയാണ് നിർമ്മിച്ചത്. ഷോൺ ദ ഷീപ്പ് എന്ന കാർട്ടൂണിന് കർമ്മ ഫാർമർ എന്നൊരു എപ്പിസോഡ് ഉണ്ട്. കർമ്മ എന്നത് ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് ആണ്. അതായത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെന്ത് തെറ്റാണോ ചെയ്തത് അത് അവർക്ക് തന്നെ റിട്ടേൺ കിട്ടുന്നതാണ് കർമ്മ. ഷോൺ ദ ഷീപ്പ് എന്ന കാർട്ടൂണിന് കർമ്മ ഫാർമർ എന്നൊരു എപ്പിസോഡ് ഉണ്ട്. ഇതിൽ ഫാർമറിന്റെ അനിയനെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ട്വിൻസ് ആണ്. അനിയൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. മാത്രമല്ല ഇദ്ദേഹം വലിയൊരു കർമ്മ വിശ്വാസിയാണ്. ചേട്ടനായിട്ടുള്ള ഫാർമർ ഒരു ദിവസം പുറത്തേക്ക് പോയപ്പോൾ ഇദ്ദേഹമാണ് ഫാം നോക്കുന്നത്. ഇദ്ദേഹം ഫാമിൽ വന്ന് ജീവികളെല്ലാം കൂട്ടിൽ നിന്ന് തുറന്നുവിടുകയും പല സംഭവങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഒറിജിനൽ ഫാർമർ വന്നപ്പോഴാണ് എല്ലാം ഒന്ന് കറക്റ്റ് ആവുന്നത്. അടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർട്ടൂണായ ടോം ആൻഡ് ജെറി കാർട്ടൂണാണ്. 1953
ടോം ആൻഡ് ജെറി കാർട്ടൂൺ 2 ലിറ്റിൽ ഇന്ത്യൻസ് എന്നൊരു എപ്പിസോഡ് പുറത്തിറക്കി. ഇതിൽ ജെറി ഒരു സ്കൗട്ട് ലീഡറാണ്. ജെറിയുടെ ശിഷ്യന്മാരായി 2 എലികൾ ഇന്ത്യയിൽ നിന്ന് വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ. അടുത്തത് അറ്റാക്ക് ഓൺ ടൈറ്റൻ അനിമയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ക്ലൈമാക്സിൽ റംബ്ലിംഗ് നടക്കുമ്പോൾ വേൾഡ് വൈഡ് കൺട്രീസ് കാണിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരെയും കാണിക്കുന്നുണ്ട്. അടുത്തത് സിംസൺ കാർട്ടൂണാണ്. വേൾഡ് ഫേമസ് ആയ ഒരു അമേരിക്കൻ സിറ്റ്കോമാണ് സിംസൺ. ഇതിൽ നമുക്ക് പല ഇന്ത്യൻ റെഫറൻസ് കാണാം. അടുത്തതും മറ്റൊരു അമേരിക്കൻ സിറ്റ്കോമായ ഫാമിലി ഗൈ സീരീസ് ആണ്. ഇതിൽ നമുക്ക് ഇന്ത്യൻ എപ്പിസോഡും പല ഇന്ത്യൻ റെഫറൻസുകളും കാണാം. India, the most spiritual country in the world. ഇനി നമുക്ക് ആ അപ്ഡേറ്റിലേക്ക് വരാം. ഇത് പലർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ കൊച്ചു ടിവിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജാക്കി ചാൻ കാണുന്നില്ല. പലരും കരുതിയിരിക്കുന്നത് ജാക്കി ചാൻ ഇപ്പോൾ കൊച്ചു ടിവിയിൽ ഇല്ല എന്നാണ്. എന്നാൽ ജാക്കി ചാൻ കൊച്ചു ടിവിയിൽ രാത്രി 12 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്ക് കാണാൻ വേണ്ടിയാണ് ഇവർ 12 മണിക്ക് വെച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ അതെനിക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും ഗ്ലോറിയസ് ഹൗസ് നമുക്ക് വെളുപ്പിന് 6:30ക്കും രാത്രി 8:30ക്കും കാണാം.